ടി വി പ്രസാദിലേക്ക്. പ്രസാദ്, അതീവ നാടകീയമായിട്ടായിരുന്നു ആ വരവ്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഭ തുടങ്ങി 20 മിനിറ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെത്തുന്നതും യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഒപ്പമാണ് അവിടെ എത്തുന്നത്. ബാക്കി ആരും പാർട്ടിക്കാരല്ല കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിരുന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരുന്നു ആ വരവ്? അപ്രതീക്ഷിതമായിരുന്നു ആ വരവ്. സഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കയറുമ്പോൾ എങ്ങനെയായിരുന്നു സഭ അതിനോട് പ്രതികരിച്ചത് എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിന് പുതിയ സീറ്റാണല്ലോ, ആ പുതിയ സീറ്റിലേക്ക് അങ്കലാപ്പില്ലാതെ തന്നെ പോയി കയറിയിരിക്കുകയായിരുന്നു. സ്മൃതി, ഇന്നലെ രാത്രിയോടുകൂടി ഒരു സ്വകാര്യ വാഹനത്തിൽ ആരോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി ആ വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തി. അങ്ങനെയാണ് തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിൻ്റെ നേതൃത്വത്തിലുള്ള സുഹൃത്തുക്കൾ ഒരു സ്വകാര്യ വാഹനത്തിൽ, സ്വകാര്യ ഇന്നോവ കാറിൽ കയറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെ 16-ാം മിനിറ്റിൽ നിയമസഭയുടെ പ്രധാന ഗേറ്റ് കടത്തുന്നത്. 9 മണിക്കാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതെങ്കിൽ 9 മണിക്ക് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ ഉണ്ടായിരുന്നില്ല. സഭയിൽ പങ്കെടുക്കരുത്, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ അത് പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് ഭരണപക്ഷത്തെ ആക്രമിക്കാനുള്ള ശക്തി കുറയും എന്ന് പലതവണ പ്രധാനപ്പെട്ട നേതാക്കളോടെല്ലാം വി.ഡി. സതീശൻ പറഞ്ഞതാണ്. അങ്ങനെയുള്ള വാക്കുകൾ ഭേദിച്ചുകൊണ്ട് അതിനെ വകവയ്ക്കാതെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് നിയമസഭയിലേക്ക് 16-ാം മിനിറ്റിൽ പ്രധാന ഗേറ്റിലും 20-ാം മിനിറ്റിൽ നിയമസഭയുടെ ഉള്ളിലേക്കും അകത്തേക്കും കയറിയത്. അങ്ങനെ പ്രത്യേക ബ്ലോക്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരുന്നു. പിന്നാലെ നേരത്തെ സ്മൃതി വിശദീകരിച്ചതുപോലെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പ്രതിപക്ഷത്ത് നിന്ന് ഒരു കുറിപ്പ് അത് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്നു. കുറിപ്പിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിയമസഭയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നു. പുറത്തേക്കിറങ്ങി നേരെ ഇവിടെ നിന്ന് PMG കഴിഞ്ഞ് പ്ലാമൂട് വരെ പോയി അവിടെ നിന്ന് പ്ലാമൂട് നിന്ന് യു-ടേൺ അടിച്ച് വീണ്ടും നേരെ നിയമസഭയ്ക്കുള്ളിലൂടെ കടന്ന് MLA ഹോസ്റ്റലിൽ അകത്തേക്ക് പോയി ഇപ്പോൾ MLA ഹോസ്റ്റലിനുള്ളിൽ ഇരിക്കുകയാണ്. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന് പറഞ്ഞുള്ളത് കൊണ്ട് ആ നിയമസഭയ്ക്ക് മുന്നിൽ മാധ്യമങ്ങൾ കാത്തു നിൽക്കുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇന്നത്തെ നിയമസഭയിലേക്കുള്ള വരവ് അത് യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശന് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തായാലും പാർട്ടിക്കകത്തായാലും വി.ഡി. സതീശൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഒരു വലിയ വിഭാഗം കോൺഗ്രസിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവ്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവ് കൊണ്ട് കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. കാരണം ചരമോപചാരം അർപ്പിച്ച് 1.5 മണിക്കൂറിനുള്ളിൽ എല്ലാവരും നിയമസഭ വിട്ട് പിരിഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ നാളെ മുതൽ അങ്ങനെയല്ല. ഇനിയുള്ള 11 ദിവസം എന്നുള്ളത് ഭരണപക്ഷത്തെ ആക്രമിക്കാനുള്ള ദിവസങ്ങളാണ്. ഈ 11 ദിവസം, ഈ 11 ദിവസത്തിനിടയിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയാൽ അത് പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയാകും എന്ന് വി.ഡി. സതീശൻ പറയുന്നു. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവിനെ എതിർക്കുന്നവരും പറയുന്നു. നാളെ മുതൽ ഓരോ നീക്കവും പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി വരുമ്പോഴും അതിനെ പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗികാതിക്രമ വിഷയം സഭയിൽ ഉന്നയിക്കാൻ വേണ്ടി പ്രത്യേക ആളുകളെ തന്നെ CPIM തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള MLA-മാർ ഓരോ വിഷയത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കൊണ്ടുവന്ന് പ്രതിപക്ഷത്തിൻ്റെ മൂർച്ചയേറിയ ആരോപണങ്ങളുടെ മുനയൊടിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇന്ന് ഇതുവരെയുള്ള തീരുമാനം വരുന്ന ദിവസങ്ങളിലും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ പാലക്കാട്ട് മണ്ഡലത്തിലേക്ക് ശനിയാഴ്ച പോകാനുള്ള ഒരാലോചനയും നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് KPCCയുടെ നേതൃയോഗം അവിടെ ചേരുന്നു. റോഷിപ്പാൽ അവിടെ തുടരുന്നുണ്ട്. ഈ യോഗത്തിൽ വി.ഡി. സതീശൻ എടുക്കുന്ന നിലപാട് നിർണായകമായിരിക്കും. അതിൽ KPCC അധ്യക്ഷൻ എടുക്കുന്ന നിലപാട് നിർണായകമായിരിക്കും. എന്തായാലും നാളെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് പിറകിൽ കാണുന്ന നിയമസഭയിലേക്ക് വന്നാൽ അത് ഭരണപക്ഷത്തിന് വലിയ ആശ്വാസമാകും. ഒപ്പം വി.ഡി. സതീശൻ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയും ക്ഷീണവുമാകും എന്ന കാര്യം ഉറപ്പാണ്. സ്മൃതി.